നമുക്ക് സ്ഥിരം ഇവിടെ കുടിൽ കെട്ടി പരിപാടി തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് എന്നിട്ട് കോട്ട തീരുമാനിച്ചാൽ മതി ഓരോ ദിവസവും. അപ്പോൾ പുള്ളി എങ്ങോട്ട് പോകും? ഡൽഹിക്ക് പോകും. അതാ, അതുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റിയാൽ മതി. കുടുംബ സ്വത്തൊന്നും കടന്നവർ കണ്ട സ്വത്തൊന്നും ഞങ്ങൾക്ക് എഴുതി തരണ്ട. ഇവിടെ നിയമസഭ പാസ്സാക്കിയ ബില്ല് ഒപ്പിട്ട് തന്നാൽ മതി, പ്രശ്നം തീർന്നു. ഇനി ഒപ്പിടുന്നില്ലേ തിരിച്ചയക്ക്. നിയമസഭ ഒന്നുകൂടെ പാസ്സാക്കിയാൽ പിന്നെ ഒപ്പിടാതിരിക്കാൻ വയ്യല്ലോ. ഇല്ലാത്ത കുരിശ് ഞങ്ങളെ കയറ്റി പിടിപ്പിക്കരുത് എന്നാണ് എനിക്ക് അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഇവിടെ ഈ പോരാട്ടത്തിന് അണിനിരുന്ന സഖാക്കളെ, കൃഷിക്കാർ സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇതുകൊണ്ടൊന്നും കാര്യം തീരുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു നടക്ക് പോകുന്ന മട്ടല്ല ഗവർണർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായി പ്രതികരിക്കണം. വേണ്ടി വന്ന ഇവിടെ പന്തൽ കെട്ടി ഇടക്കോട്ട് പോകും, നമുക്കൊന്ന് കാണാൻ നോക്കാം. അതാ, ആ നിലയിൽ പോരാടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന് നേതൃത്വം നൽകണം, ഞങ്ങളെ സഹായിക്കണം. ഇടുക്കി ജനങ്ങളോടൊപ്പം എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്നിട്ടുണ്ട്. എത്രയോ നാളുകൾ മുമ്പ് മുതലുള്ള പോരാട്ടമാണ് ഇപ്പോൾ വീണ്ടും പുതിയ സാഹചര്യത്തിൽ പൊരുതി വന്നിരിക്കുന്നു. ആ പോരാട്ടത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നാളെ വളരെ സംഘടിതമായി ശക്തമായി നാളെ അല്ലെ മറ്റന്നാൾ വലിയ പോരാട്ടത്തിന് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.